പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽക്കാടുകൾ. അവയുടെ ലോകം നമ്മെ എന്നും വിസ്മയത്തിലാഴ്ത്തുന്നു. ഒരേ സമയം കരയിലും വെള്ളത്തിലും കാലുകളൂന്നി പ്രകൃതിയുടെ മഹാത്ഭുതങ്ങളായ കണ്ടലുകൾ കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റു സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മണ്ണിൽ ആഴ്ന്നിറങ്ങി ചെടിയെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന വേരുകളും പൊയ്ക്കാലുകൾ പോലുള്ള ഊന്നുവേരുകളും ഇവയ്ക്കുണ്ടെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന തലതിരിയൻ വേരുകളായ ന്യൂമാറ്റോഫോഴ്സും ഇവയ്ക്കുണ്ട്. ഇവ നേർത്ത സുഷിരങ്ങളോടുകൂടിയ ബ്രീത്തിങ് റൂട്ട്സ് ആണ്. ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്നതുകൊണ്ടാണ് ന്യൂമാറ്റോഫോഴ്സ് ഉപയോഗിച്ചും ഇവ വാതക വിനിമയം നടത്തുന്നത്. കണ്ടലിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അവയുടെ വിത്തുകളാണ്. അമ്മ ചെടിയിൽ നിന്നും തന്നെ വിത്തുകൾ പൂർണ്ണ വളർച്ചയെത്തുകയും മുള പൊട്ടുകയും ചെയ്യുന്നു. മുള പൊട്ടിയ വിത്തുകൾ ചെടിയിൽ നിന്നും പൊഴിഞ്ഞ് ചെളിയിൽ കുത്തി വീണ് വളരും. അപ്പോൾ കിട്ടുന്ന വെള്ളം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂട്ടികൾ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യൂട്ടികൾ ഉണ്ട്. ഇവിടെ സ്റ്റൊമാറ്റിൻ്റെ അളവും കുറവാണ്. അപ്പോൾ സ്റ്റൊമാറ്റിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷന് പിന്നെയുള്ള വഴി എന്താ? ഇതാണ് വഴി. അതാണ് അന്തരീക്ഷത്തിൽ നിന്നും വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ജീവവായു പ്രദാനം ചെയ്യുന്ന പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽക്കാടുകൾ. മഴക്കാടുകളേക്കാൾ 5 ഇരട്ടി കാർബൺ അധികം വലിച്ചെടുക്കാൻ കണ്ടൽക്കാടുകൾക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ആഗോളതാപനത്തിനുള്ള പരിഹാരം കണ്ടൽ ചെടികളല്ലേ? കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ. ആർത്തലച്ചു വരുന്ന കടലിൽ നിന്നും കലിതുള്ളി അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നുമൊക്കെ കരയെ കാക്കുന്ന രക്ഷകനാണ് കണ്ടലുകൾ. വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽക്കാടുകൾ. ഭക്ഷ്യശൃംഖലയിലെ പ്രധാന കണ്ണി കൂടിയായ കണ്ടലുകളിൽ വിവിധ തരം മത്സ്യങ്ങൾ, സസ്യങ്ങൾ, മാംസഭോജികളും സസ്യഭോജികളുമായ മൃഗങ്ങൾ, പക്ഷികൾ, കൊഞ്ചുകൾ, ഞണ്ടുകൾ, പവിഴപ്പുറ്റുകൾ തുടങ്ങിയവ ധാരാളം കാണാം. ഈ കൂട്ടത്തിലെ ജലജീവികളിൽ പലതും മുട്ടയിടുന്നത് കണ്ടൽ ചെടികൾക്കിടയിലുള്ള ചെളി മണ്ണിലാണ്. നമ്മളുടെ മത്സ്യസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കണ്ടലുകളുടെ സംഭാവനയാണ്. ഇവയുടെ കൃഷിക്കായും കണ്ടൽ ജലാശയങ്ങൾ ഉപയോഗിച്ചു വരുന്നു. വെള്ളം ശുദ്ധീകരിക്കാൻ ബഹുമെടുക്കരാണ് കണ്ടൽക്കാടുകൾ. മലിനജലത്തിലെ കാഡ്മിയം, ഈയം, മെർക്കുറി തുടങ്ങിയ വിഷമൂലകങ്ങൾ വലിച്ചെടുത്ത് വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിനാൽ ഇവ ആവാസ വ്യവസ്ഥയുടെ വൃക്കകളാണ്. ഉപ്പിൻ്റെ അംശം കരയിലേക്ക് അരിച്ചിറങ്ങാതെയും കണ്ടലുകൾ ശ്രദ്ധിക്കുന്നു. മരുന്നുകൾക്കായും ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിനോദസഞ്ചാരികളുടെയും പക്ഷി നിരീക്ഷകരുടെയും പറുദീസ കൂടിയാണ് കണ്ടൽ വനങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വനമായ സുന്ദർബൻസ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു. കണ്ടലുകളുടെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മളുടെ കൊച്ചു കേരളം. കേരളത്തിൽ 10 ജില്ലകളിലായി കണ്ടൽ വനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ കണ്ണൂർ ജില്ലയാണ് മുൻപന്തിയിൽ. മലപ്പുറം ജില്ലയിൽ കൂടുതലായി കണ്ടൽച്ചെടികൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് പുറത്തൂർ, മുരുക്കുംപാട്, മംഗലം, പുല്ലൂണി, വള്ളിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങൾ. ഈയിടെ മുരുക്കുംപാട് പുതിയ ഇനം കണ്ടൽച്ചെടിയെ കണ്ടെത്തി. പൂക്കണ്ടൽ എന്ന ഇനം കണ്ടൽച്ചെടിയെയാണ് ഇവിടെ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഉപ്പട്ടി, ചെറുപ്പട്ടി, ഭ്രാന്തൻ കണ്ടൽ, ചുള്ളിക്കണ്ടൽ, വള്ളിക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, കുറ്റിക്കണ്ടൽ, സ്വർണ്ണക്കണ്ടൽ, പേനക്കണ്ടൽ, പൂക്കണ്ടൽ തുടങ്ങി 10 കണ്ടൽ ചെടികളുണ്ട്. മംഗലം പുല്ലൂണി സ്വർണ്ണക്കണ്ടലുകളാൽ സമൃദ്ധമാണ്.
ചേനക്കണ്ടൽ. കതിർ രൂപത്തിലുള്ള കായ്കൾ പാകമാകുമ്പോൾ താഴെ വീഴുകയും ചെളിയിലോ മണ്ണിലോ തറഞ്ഞു നിൽക്കുകയും അതിവേഗം വേരുകളെ മുളപ്പിക്കുകയും ചെയ്യുന്നു. പൂക്കണ്ടൽ. പ്രിമുലേസി കുടുംബത്തിൽപ്പെട്ട ഒരു ചെറു കണ്ടൽ മരമാണ് പൂക്കണ്ടൽ. സ്വർണ്ണക്കണ്ടൽ. പ്രുജൈറ ജനുസിൽപ്പെട്ട ഒരു കണ്ടൽ ഇനമാണ് സ്വർണ്ണക്കണ്ടൽ. ഇത് കല്ലേൻ പൊക്കുടൻ. കണ്ടലുകൾക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കണ്ടലുകളുടെ വളർത്തച്ഛൻ. പഠിപ്പില്ലെങ്കിലും പഠിപ്പുള്ളവരൊന്നും ചെയ്യാത്ത ചിലത് വർഷങ്ങളായി ചെയ്യുന്ന ഇദ്ദേഹം കണ്ടൽ പൊക്കുടൻ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പുഴയോരത്തും കടൽ തീരത്തും കൈത്തോടുകളുടെ തീരത്തും പുറമ്പോക്കുകളിലും കണ്ടൽ കുരുന്നുകളെ നട്ടുവളർത്തി കണ്ടൽക്കാരനവരായി മാറിയിരിക്കുകയാണ് പൊക്കുടൻ. 2004 സുനാമി കേരളക്കരയെ വിഴുങ്ങാതിരുന്നത് വൻ തിരമാലകളെ കണ്ടൽക്കോട്ട തുരത്തിയതുകൊണ്ട് മാത്രമാണ്. കണ്ടൽക്കാടുകളെ റിസർവ് വനങ്ങളായും ബയോസ്ഫിയർ റിസർവുകളായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ WWF എന്ന പരിസ്ഥിതി സംഘടനയാണ് വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുമായും സംഘടനകളുമായും ചേർന്ന് കണ്ടലുകളെ സംരക്ഷിക്കുന്നതിന് ഇന്ന് മുൻകൈയെടുക്കുന്നത്. നമ്മളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു നല്ല മറുപടിയാണ് കണ്ടൽക്കാടുകൾ. അവ ഒരേ സമയം ആവാസ വ്യവസ്ഥയുടെ ശ്വാസകോശങ്ങളും വൃക്കകളുമാണ്. അവയുടെ സംരക്ഷണം ഏറ്റെടുത്താൽ മാത്രമല്ലേ നമ്മളുടെ നിലനിൽപ്പും സാധ്യമാകൂ. അതെ, കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാം, വെച്ചുപിടിപ്പിക്കാം. നമുക്കൊപ്പം അനേകായിരം ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാം.